നന്ദനായാൽ എന്താ, വരുന്നത് പുതുപ്പള്ളി കേശവനാണ്. അങ്ങനെ സ്ഥലം തരാതെയുള്ള വിരട്ടലൊന്നും പുതുപ്പള്ളിയുടെ വേണ്ട കേട്ടോ. 45 ആനകൾ അണിനിരന്ന പാലക്കാട് ചേറമ്പറ്റക്കാവ് പൂരത്തിലാണ് പുതുപ്പള്ളിക്ക് സ്ഥലം കൊടുക്കാതെ നന്ദന്റെ പോരാട്ടം. പക്ഷേ പുതുപ്പള്ളിയുടെ ആരാധകർക്ക് ആ കാഴ്ച ഏറെ നേരം കണ്ടു നിൽക്കാനായതേയില്ല. തോറ്റുകൊടുക്കാൻ മനസ്സില്ല എന്ന മട്ടിൽ പുതുപ്പള്ളി ആഗ്രഹിച്ച സ്ഥലത്ത് കേറി അങ്ങ് നിന്നു. ഒപ്പത്തിനൊപ്പം മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നന്ദൻ വിട്ടൊന്നും കൊടുത്തില്ല കേട്ടോ. അങ്ങനെ എഴുന്നള്ളത്ത് തുടങ്ങി. തൊട്ടു പിന്നാലെ മാസ് എൻട്രിയുമായി തിരുവമ്പാടി ചന്ദ്രശേഖരനും ടീമും ഇങ്ങെത്തി. ഗുരുവായൂർ നന്ദന്റെയും പുതുപ്പള്ളി കേശവന്റെയും ആരാധകരുടെ തലകൾ പിന്നെ നേരെ അല്പനേരം ചന്ദ്രശേഖരനിലോട്ടായി. അങ്ങനെ 1 മണിക്കൂർ തീർത്ത മേളവിസ്മയത്തിൽ നന്ദനും പുതുപ്പള്ളിയും നന്ദിലത്തുമൊക്കെ ദേശത്തിന്റെ പ്രൗഢി തലപ്പൊക്കത്തിലൂടെ അവിടെ കാണിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞതും പടിഞ്ഞാറൻ പൂരം ഇങ്ങെത്തി. തെച്ചിക്കോട്ടുകാവ് ദേവീദാസനും കടേക്കാച്ചാലിൽ ഗണേശനും അക്കിക്കാവും അക്കരമേലും ഒക്കെയായി ഒരു ഒന്നൊന്നര പടയൊരുക്കം. വീറും വാശിയും തീർക്കാൻ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയായിരുന്നു ഉത്സവവേദിയിൽ കണ്ടത്. കാവ് പരിസരത്ത് നിന്നും പിന്നെ നേരെ ക്ഷേത്രത്തിനകത്തേക്ക്. അവിടെ കണ്ടത് ദാ ഇതാണ്. ആരാധകരുടെ വായടപ്പിക്കാൻ പറ്റിയ ഉഗ്രൻ ഐറ്റങ്ങൾ നിലവിന്റെ നീലാകാശം തൊടുന്നത് പോലെ ഓരോരുത്തരും കാണിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഒന്നൊന്നര നിൽപ്പ് ദേശക്കാർക്കും മാത്രമല്ല, തട്ടകത്തിലെത്തിയ ആനപ്രാന്തന്മാർക്കും നല്ല രോമാഞ്ചം ഉണ്ടാക്കി. പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് പിന്നെ അവസാന തൊഴുതുമടങ്ങലാണ്. ദേശക്കാരുടെ ആനകൾക്ക് സ്ഥാനം തെറ്റിയപ്പോൾ കമ്മിറ്റി നേരെ പിന്നെ പ്രശ്നത്തിലേക്ക്.
പുതുപ്പള്ളിയെ ഒന്നിച്ചു തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി കച്ചകെട്ടി ഇറങ്ങിയത് വെറുതെയായി. പുതുപ്പള്ളിയുടെ നിലവ് കാണാതെ പോവുകയും ചെയ്തു. പടിഞ്ഞാറൻ പൂരത്തിലെ തമ്പുരാൻ കുട്ടികൾ ക്ഷേത്രത്തിലേക്ക് കയറിയതും നമ്മുടെ പുതുപ്പള്ളി കേശവന്റെ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. തലയെക്കെട്ടഴിച്ച് പുതുപ്പള്ളി സ്ഥലവും വിട്ടു. ചന്ദ്രശേഖരൻ അപ്പോഴും അവിടെ പറ്റിയ ആളെ കിട്ടാൻ തക്ക നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പുതുപ്പള്ളിക്ക് മുന്നിൽ ഗുരുവായൂർ നന്ദൻ തോറ്റില്ലെന്ന് ഒരു ദേശക്കാരും പുതുപ്പള്ളി നന്ദനെ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തുവെന്ന് മറ്റൊരു വിഭാഗക്കാരും പറയുന്നുണ്ടായിരുന്നു. എന്തെന്നാലും ഗുരുവായൂർ നന്ദന്റെയും പുതുപ്പള്ളി കേശവന്റെയും ഏറ്റുമുട്ടൽ ഇനി നെന്മാറപ്പാടത്ത് കാണാം. നെന്മാറപ്പാടത്ത് പുതുപ്പള്ളിയാണോ ഗുരുവായൂർ നന്ദനാണോ ഇത്തവണ താരമാവുക എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. പുതുപ്പള്ളിയുടെയും ഗുരുവായൂർ നന്ദന്റെയും ആനക്കഥകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ആനവിശേഷവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.